ഇന്നിപ്പോൾ നമുക്ക് രാവിലത്തെ ചായ പലഹാര വിശേഷങ്ങളാണ്. ഇപ്പം ഇന്ന് നമ്മൾ പൂരി പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ പൂരി മുട്ടക്കറി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് പൂരി. എന്നുവെച്ചാൽ കറി മുട്ടക്കറിയാണല്ലോ, അപ്പോൾ ഒന്ന് മസാലയ്ക്കൊന്ന് നമ്മൾ പിന്നെ ചിലന്ന് പിടിക്കുകയും ചെയ്യും, ഉണ്ടാക്കി അധികം ചൂടാറാത്തിന് അപ്പം തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആദ്യം ഏതെങ്കിലും കറി ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് പിന്നെ പൂരി. അപ്പോൾ ഇന്നിതാ കറി വയ്ക്കാനുള്ള അതിലേക്കുള്ള ചേരുവകൾ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ 2 കോഴിമുട്ട. ഇതിപ്പോൾ ഇനി നമുക്ക് പുഴുങ്ങിയെടുക്കണം. നമുക്ക് ആദ്യം തന്നെ പുഴുങ്ങി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് അത് ഇനി അവിടെ പുഴുങ്ങാൻ വയ്ക്കാം. അപ്പോൾ അത് അവിടെ വേവട്ടെ. നമുക്ക് ഇനി ചെയ്യേണ്ടത് അതിലേക്കുള്ള ചേരുവകൾ അതെല്ലാം ഒന്ന് തോലൊക്കെ ചെത്തി നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ കഴുകലോ കഴിഞ്ഞു. ഇനി നമുക്ക് നുറുക്കിയെടുക്കാം. നമ്മൾ സാധാരണ വഴറ്റിയിട്ട് സാധാരണ പോലത്തെ ഒരു മുട്ടക്കറി കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കറി ഇത് തന്നെയാണ്. അപ്പോൾ വെച്ചാൽ രാവിലെ എടുത്ത ശേഷമുള്ളത് കറി നമ്മൾ എടുക്കുകയും ചെയ്യും ഉച്ചയ്ക്ക്. നല്ല മസാലക്കറിയല്ല. അപ്പോൾ അതിന് കണക്കാക്കി കുറച്ച് വെള്ളത്തോടു കൂടി ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. ഓരോന്നങ്ങനെ നുറുക്കി വരുന്നുണ്ട്. പൂരിക്ക് അതുപോലെ പൊറോട്ട, ചപ്പാത്തി ഇതിനൊക്കെ പറ്റിയ കറി തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ പറന്നത് ചൂടായ ശേഷം ഈ ഉള്ളി പച്ചമുളകും വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തക്കാളി അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഓരോ പൊടികൾ നമുക്ക് മഞ്ഞപ്പൊടി അത് ചേർത്തു, മുളക് പൊടി, ഇനി മല്ലിപ്പൊടി, ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും അതും ചേർത്ത് ഇനി നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കിഴങ്ങ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ കൂടി ചേർത്ത് ഇളക്കി ഉപ്പ് ഒക്കെ അതും പാകത്തിന് ചേർത്ത് കൊടുത്ത് അത് വേവിച്ചെടുക്കുകയാണ് വേണം. അപ്പോൾ നമ്മളെ മുട്ട അതൊക്കെ പുഴുങ്ങി നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തോട് പൊളിച്ച് നമുക്കത് കറിയിൽ ചേർക്കാനുള്ളതല്ലേ. ഇപ്പോൾ കണ്ടോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് കറി വേവിച്ചെടുത്ത്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്തു. പിന്നെ കുറച്ച് വെള്ളം വേണം ഞങ്ങൾക്ക്. ഇനിയിപ്പം കോഴിമുട്ട നേരെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ പകുതി മുറിച്ചിട്ട് ഒക്കെ ഇട്ടെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് നേരെ ഇട്ട് അതിൽ നിന്ന് നല്ലപോലെ ഇനി കറിയിൽ പിന്നെ തന്നെ ഇളക്കിയെടുത്ത് അതിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഗോതമ്പ് അതൊക്കെ കുഴച്ച് നമ്മൾ നല്ലപോലെ അതൊക്കെ കുഴച്ച് വെച്ചതാണ്. അത് ആദ്യം ചെയ്തിരുന്നു. ഇനി അത് നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടി ചെറുതാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. പൂരി ആയതുകൊണ്ട് പിന്നെ കുറച്ച് ചെറുതാക്കി ഞങ്ങൾ ആ ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുത് അങ്ങനെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം. നല്ല പാക ഉണ്ടോ, ചെറുതാകുമ്പോൾ എളുപ്പെടുക്കാൻ പറ്റും.
ഇതാ നമ്മൾ ഈ ചെറിയ ചട്ടിയിൽ അതിൽ പൂരിക്കാവുമ്പോൾ പിന്നെ കുറച്ചധികം വേണം. വെളിച്ചെണ്ണയിൽ തന്നെ ആണ് അത് ഒഴിച്ചു കൊടുക്കാം. പൂരിയപ്പം അങ്ങനെ ഉണ്ട് ചുട്ട് ഒക്കെ നമുക്ക് ഏകദേശം കഴിയാനായി. അപ്പോൾ ഏതായാലും നമ്മൾ പൂരി മുട്ടക്കറി രണ്ടും കൂടെ ആയി. ഇനി നമുക്ക് ചായ കഴിക്കാം. ചായ കുടിക്കായി അമ്മയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 3 എണ്ണം, ഞാനൊരു 5 എണ്ണം. അപ്പോൾ ഇനി നമ്മളെ മുട്ടക്കറി വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി. വേണമെങ്കിൽ തേങ്ങ അരച്ച് അവസാനം നമുക്ക് തേങ്ങ അരച്ച് ചേർത്താൽ ഇനി വറുത്തരയ്ക്കൊക്കെ ചെയ്യാം. അപ്പം കൂടുതൽ നന്നായി. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നൊരു മുട്ടക്കറി. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് ചായ പലഹാരം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.